ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഷറഫുദ്ദീൻ ഈ പ്രതിഷേധ സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യ സുഹൃത്ത് നാസർ കീഴുപറമ്പ്, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സംഗമത്തിൽ വളരെ ആവേശം നൽകുന്ന, സന്തോഷം പകർന്നു നൽകുന്ന ഐക്യദാർഢ്യങ്ങളും സംസാരങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ ശബ്ദങ്ങളെപ്പോലും മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടം മാധ്യമങ്ങളുടെ നാവരിയുന്ന, ഇനിയും നീതിക്കു വേണ്ടി ശബ്ദിക്കാൻ സാധ്യതയുള്ള സകലമാന സങ്കേതങ്ങളെയും തച്ചുടക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന തേർവാഴ്ചകളിൽ ഒന്നു മാത്രമാണ് മീഡിയ വണ്ണിനെതിരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംപ്രേഷണ വിലക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കല്ലുകടിയായിരുന്നു ലോകത്താകമാനം വിഷ്വൽ മീഡിയകളുടെ കടന്നുവരവ് എന്നുള്ളത്. 1990-കൾക്ക് ശേഷം ഉന്മൂലനത്തിന്റെ ഭാഗമായി സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വർഗീയ കലാപങ്ങളുടെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും അളവിൽ മാറ്റങ്ങൾ ഉണ്ടായത് നാം പലതവണ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘപരിവാർ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യയെ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നേര് പറയുന്ന നാവുകളെ പിഴുതെടുക്കുക മാത്രമേ വഴിയുള്ളൂ എന്നതിൻ്റെ ഭാഗമാണ് മീഡിയ വണ്ണിനെതിരെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നീതിക്കും നേരിനും വേണ്ടി നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള ഏതൊരു സംവിധാനങ്ങളെയും ബാധിക്കാൻ പോകുന്ന ഒരു നിലപാട് തന്നെയാണത്. അതുകൊണ്ട് ഇതൊരു കേവലം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നിലപാട് മാത്രമല്ല, ഇത് ഈ രാജ്യം സമ്പൂർണമായും ഒരേകാധിപത്യത്തിന്റെ, ഫാഷിസത്തിന്റെ ഏറ്റവും ക്രൂരമായ കരാള ഹസ്തങ്ങളിലേക്ക് ഈ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ്. എന്നാൽ സംഘപരിവാർ എന്തൊക്കെയാണോ ആസൂത്രണം ചെയ്തിട്ടുള്ളത്, ആ ആസൂത്രണങ്ങൾക്കെല്ലാം അപ്പുറം ലോകത്തിന്റെ ചരിത്രം നമ്മളെ പരിചയപ്പെടുത്തിയതുപോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി, ജനകീയ മുന്നേറ്റങ്ങളോടുകൂടി ഒരു ജനത സ്വന്തം ഭാഗധേയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സകലമാന അധിനിവേശങ്ങളുടെയും സകലമാന ഏകാധിപത്യങ്ങളുടെയും സിംഹാസനങ്ങൾ അവിടെ തകർന്നു പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ലോകത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാറിനും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യയിൽ RSSഉം സംഘപരിവാർ ശക്തികളും അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ബഹുസ്വരത പരിപൂർണമായി നഷ്ടപ്പെടുത്തി ധ്രുവീകരണങ്ങളിലൂടെ
ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ മതവിശ്വാസികളും സമൂഹങ്ങളും തമ്മിൽ ഏതെല്ലാം വൈകാരികമായ വിഷയങ്ങളുടെ പേരിലാണോ തമ്മിലടിപ്പിക്കാൻ കഴിയുക, അതിനെ മുതലെടുത്തുകൊണ്ടുള്ള അതിലൂടെ സംഭവിക്കുന്ന ധ്രുവീകരണത്തിലൂടെ അവരുടെ അധികാരത്തെ ഉറപ്പിച്ചു നിർത്താമെന്നുള്ളതാണ് സംഘപരിവാർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും സംഭവവികാസങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ഒന്നാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയുണർത്തുന്ന ഒന്നാണ് ഇന്ത്യയിലുടനീളം യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങളും ഇത്തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പുകളും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയെ ഇന്ത്യയിലേക്ക് സദാസമയവും കൊണ്ടുവരുന്ന സ്വഭാവത്തിലാണ് ഓഫ്ലൈനിലും ഓൺലൈനിലുമുള്ള നമ്മുടെ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ വാർത്തകളും വിവരങ്ങളും വസ്തുതകളും അറിയാതെ ഒരു ജനതയെ തങ്ങളോടൊപ്പം വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വലിയ പ്രതീക്ഷ. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യൻ നാടുകൾ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ തികച്ചും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാത്രം പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളിലും വസ്തുതകളെയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിൽ തടസ്സമാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സംവിധാനങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഈ ജനത, നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവ് വെറുതെയാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മീഡിയ വൺ എന്നുള്ളത് ഏതെങ്കിലും ഒരു കുത്തക മുതലാളിയുടെ മാധ്യമമല്ല എന്നുള്ളത് മീഡിയ വണ്ണിനെ നെഞ്ചേറ്റിയവർക്കും അതിനോടൊപ്പം സഞ്ചരിക്കുന്നവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഇത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വികാരമാണ്. ഇത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പാണ്. ഇത് സത്യത്തെ സ്നേഹിക്കുകയും നീതിയെ പുലരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് അശരണരും അടിച്ചമർത്തപ്പെട്ടവരും അധസ്ഥിതരുമായ ജനവിഭാഗങ്ങളുടെ പ്രതീക്ഷയാണ് മീഡിയ വൺ. ഇതൊരു സത്യമാണെങ്കിൽ, ഈ സത്യം യാഥാർത്ഥ്യമാണെങ്കിൽ മീഡിയ വൺ ചരിത്രത്തിൽ അതിന്റെ ദൗത്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സംഘപരിവാർ ശക്തികളുടെ സകലമാന കോട്ടകൊത്തളങ്ങളെയും തകർക്കുന്ന നേരിന്റെ ശബ്ദമായി മീഡിയ വൺ അതിന്റെ ദൗത്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും സർവശക്തന്റെ സഹായമുണ്ടാകും. റബ്ബ് തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എ ടി ഷറഫുദ്ദീൻ സാഹിബിന് ഹൃദയം നിറഞ്ഞ